Next is electric field due to a uniformly charged infinite plane sheet. ഇതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അഗെയിൻ ഡെറിവേഷൻ ആണ് കേട്ടോ, ഡെറിവേഷൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. അതായത് ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ, ഇങ്ങനൊരു പ്ലെയിൻ ഷീറ്റ് ഉണ്ട്, വളരെ ലാർജ് ഏരിയ ആണ്. ഇങ്ങനൊരു പ്ലെയിൻ ഷീറ്റാണുള്ളത്. ഇൻഫിനിറ്റ്ലി ലാർജ് എന്ന് പറഞ്ഞാൽ വളരെ ലാർജ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഷീറ്റ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഒരു മെറ്റാലിക്കാണ് ഇതെന്താണ്, ഒരു മെറ്റാലിക്കാണ്. ഇതിനകത്ത് ഞാൻ ചാർജ് കൊടുത്തപ്പോൾ ആ ചാർജ് ഇതിനകത്ത് യൂണിഫോമായിട്ട് സ്പ്രെഡായി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കണ്ടക്റ്റിംഗ് വയറായിരുന്നു. ഇവിടെ കണ്ടക്റ്റിംഗ് വയറിന് പകരം എന്താണ്, ഒരു ഷീറ്റാണ്, ഒരു മെറ്റാലിക്കാണ്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒരു ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും യൂണിഫോമായിട്ട് സ്പ്രെഡാവും. മെറ്റാലിക്കാണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ചാർജ് യൂണിഫോമായിട്ട് സ്പ്രെഡായിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനൊരു യൂണിറ്റ് ഏരിയ എടുക്കുക. ഇത് വളരെ ലാർജ് ആണല്ലോ, എല്ലാവരും കൂടി മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ ഒരു യൂണിറ്റ് ഏരിയ സെലക്ട് ചെയ്യുക. ഇതിൽ നിന്ന് ഇതിൻ്റെ ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര ചാർജ് സ്റ്റോർ ചെയ്തിരിപ്പുണ്ട് അതിന് നമ്മൾ പറയുന്ന പേരാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചാർജ് അവൈലബിൾ ഇൻ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര ചാർജ് ഉണ്ട്. നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ലെറ്റർ ഉണ്ട്, സിഗ്മ എന്നാണ് പറയുക. സിഗ്മേനെ പറയുന്ന പേരെന്താണ്, സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി യൂണിറ്റ് വരുന്നത് കൂളം പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. കാരണം യൂണിറ്റ് ഏരിയയിൽ എത്ര ചാർജ് ഉണ്ടെന്നാണ്. ഓക്കെ, സോ സർഫസ് ചാർജ് ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് അതാണ് പറയാൻ പോകുന്നത്. ഇവിടുന്ന് ഒരു 6 ഡിസ്റ്റൻസ് അകലെ, ഇവിടെ എത്ര ഡിസ്റ്റൻസ് അകലെ, 6 ഡിസ്റ്റൻസ് അകലെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഇൻഫിനിറ്റ്ലി ലാർജ് ഷീറ്റ് ഉണ്ട്, മെറ്റാലിക് ഷീറ്റ് ഉണ്ട്, ഹാവിങ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ഇവിടുന്ന് 6 ഡിസ്റ്റൻസ് അകലെ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, അതിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യണം യൂസിങ് ഗോസസ് ലോ ഉപയോഗിച്ചിട്ട് അത് ഡിറൈവ് ചെയ്യണം. അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന മെത്തേഡിൽ തന്നെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് അറിയേണ്ടത്. ഈ പോയിന്റ് കവർ ചെയ്ത് പോകുന്ന എന്തെങ്കിലും വല്ല സിലിണ്ടറോ എന്തെങ്കിലും ഒരു ക്ലോസ്ഡ് സർഫസ് ഏരിയ കൺസിഡർ ചെയ്യാം. ഈ പോയിന്റ് കവർ ചെയ്ത് പോകുന്ന എന്തെങ്കിലും ഒരു ക്ലോസ്ഡ് സർഫസ് ഏരിയ കൺസിഡർ ചെയ്യുക. സിലിണ്ടർ ആവാം, അതല്ലെങ്കിൽ സർക്കിൾ ആവാം. സിലിണ്ടർ ആവാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ബോക്സ് പോലെ ആവാം. ഏതായാലും കുഴപ്പമില്ല, ആ പോയിന്റ് കവർ ചെയ്ത് പോകണമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഞാൻ ഈ പോയിന്റിൽ കൂടി ഒരു സ്ക്വയർ പോലെ വരച്ചു, ഓക്കെ, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ പോലെ വരച്ചു. എന്നിട്ട് എനിക്കൊരു ബോക്സ് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് ഞാൻ ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇമാജിനറി ആണ്, ഇറ്റ്സ് എൻ ഇമാജിനറി ബോക്സ്. ഒരു ഇമാജിനറി ബോക്സ് കൺസിഡർ ചെയ്യുക. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിവിടെ ഇങ്ങനെ വരും അല്ലേ, കട്ടിങ്. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണില്ല, ഞാൻ പുറകിലോട്ട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഞാനിതിവിടെ വെച്ച് നിർത്തുന്നില്ല, പുറകിലോട്ട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. റൈറ്റ് സൈഡിൽ എങ്ങനെയാണുള്ളത് അത്രയും തന്നെ ലെങ്ത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാം. ആ റൈറ്റ് സൈഡിൽ കിട്ടിയ അതേ സിമ്മട്രിക്ക് അതേപോലെ തന്നെ വരണം. ഇവിടെ റൈറ്റ് സൈഡിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ വരുന്ന രീതിയിൽ ഇങ്ങോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു ബോക്സ് ഉണ്ടാക്കാം. സിമ്മട്രിക്കാണ്. റൈറ്റ് സൈഡിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ 6 അല്ലേ, റൈറ്റ് സൈഡിൽ 6 ആണ്, അപ്പോൾ ലെഫ്റ്റ് സൈഡിലും 6 ആണ്. വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ, റൈറ്റ് സൈഡിൽ 6 ആവുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലും എത്രയാണ് 6. ഒരു സിമ്മട്രിക്കാണ്.
അപ്പോൾ നമുക്ക് വേണ്ട പോയിന്റ് കവർ ചെയ്ത് പോകുന്ന രീതിയിൽ ഞാനൊരു ചെറിയൊരു സ്ക്വയർ പോലെ വരച്ചു. ആ സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തൊരു ബോക്സ് പോലെയാക്കി. ബോക്സ് ഞാൻ ഈ മെറ്റാലിക് ഷീറ്റ് ക്രോസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഞാൻ ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. സിമ്മെട്രിക്കാണ്, റൈറ്റ് സൈഡിൽ ഉള്ള അതേപോലെ തന്നെയാണ് ലെഫ്റ്റ് സൈഡിലോട്ടും ഇത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. സിമ്മെട്രിക്കായിട്ട് കിട്ടണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് വേണ്ടത്. ഇതിപ്പോൾ സിമ്മെട്രിക്കായ സ്ഥിതിക്ക് ഇത് സിമ്മെട്രിക്കാണല്ലോ. അപ്പോൾ ഇവിടെ വരുന്ന ഫോഴ്സ് എത്രയാണ്, ഇവിടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണോ അത്രയും തന്നെ ഇലക്ട്രിക് ഫീൽഡ് എവിടെയും വരും, അത്രയും തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെയും വരും. സിമ്മെട്രിക്കാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 1 കൂളം ചാർജ് വെച്ചാൽ അതിലുണ്ടാവുന്ന ഫോഴ്സ്, ഇവിടെ 1 കൂളം ചാർജ് വെച്ചാൽ ഉണ്ടാവുന്ന ഫോഴ്സ് എത്രയാണോ അത്രയും ഫോഴ്സ് തന്നെയായിരിക്കുമല്ലോ ഇവിടെയും 1 കൂളം ചാർജ് വെച്ചാൽ. കാരണം ഈ മെറ്റലിൽ ചാർജ് വെച്ചപ്പോൾ ചാർജ് 2 സൈഡിലോട്ട് സ്പ്രെഡ് ആവും, അല്ലാതെ ഈ റൈറ്റ് സൈഡിൽ മാത്രം ചാർജ് നിൽക്കില്ല. ഈ ചാർജ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ എഡ്ജ് വഴി അല്ലേ, ഈ ചാർജ് മൂവ് ചെയ്ത് ഈ എഡ്ജ് വഴി അപ്പുറത്തോട്ട് കിടക്കുമല്ലോ. അപ്പോൾ ചാർജ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സ്പ്രെഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ അത്രയും തന്നെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. അത് മാത്രമല്ല ഇത് വളരെ ഒരു ചെറിയൊരു റെക്റ്റാങ്കിളാണ് കേട്ടോ, വളരെ ചെറിയൊരു ഏരിയ ആണ്. സോ ദാറ്റ് ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ ഉള്ളത്. വളരെ ഒരു ചെറിയ ഏരിയ അല്ലേ, ഇറ്റ് ഇസ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അതുപോലെ ഇവിടെ അത് ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് ഇവിടെയും ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് ക്രോസ് ചെയ്ത് പോകുന്നത്. പിന്നെ നമ്മളപ്പോൾ ഫ്ലക്സ് കാണാൻ പോവാണ്. അപ്പോൾ ഇതിവിടെ കട്ട് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഇയാളെ എന്ത് കട്ട് ചെയ്ത് ഇവിടെ കട്ടിങ് ഉണ്ട്, ഇങ്ങനെ കട്ട് ചെയ്ത് ക്രോസ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കട്ടിങ് നടക്കുന്നുണ്ട്. അപ്പോഴേ ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ കയ്യിലിപ്പോൾ ഒരു ബോക്സ് ഉണ്ട് അല്ലേ, ദിസ് എൻറ്റയർ ബോക്സ്. ഈ ബോക്സ് പുറത്തോട്ട് എത്ര ഫ്ലക്സ് ഉണ്ടെന്ന് കാണാൻ പോവാണ്. ഐ വാണ്ട് ടു യൂസ് ഗോസസ് ലോ. ഈ ബോക്സിന് പുറത്തോട്ട് എത്ര ഫ്ലക്സ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 സർഫസ് ഉണ്ട്. ഇവിടെ എസ്, ഇവിടുത്തെ സർഫസ് ഏരിയ എസ്, ഇവിടുത്തെ സർഫസ് ഏരിയ എസ് ആണെങ്കിൽ ഇവിടുത്തെ സർഫസ് ഏരിയയും എസ് ആയിരിക്കണമല്ലോ, സിമ്മെട്രിക് അല്ലേ. ഇതിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സ് അത് ഞാൻ പറഞ്ഞുതരാമല്ലോ. ഇതിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സ് ആണ്, അല്ലെങ്കിൽ 5 ആണ്. ഇതിൽ പേര് കൊടുക്കും 5. ലെഫ്റ്റ് സൈഡിലെ സ്ക്വയറിൽ കൂടി പാസ് ചെയ്യുന്ന ഫ്ലക്സ് 5 ആണ്. ഈ ബോക്സിന് പിന്നെ വേറെ എന്താ ഉള്ളത്, ഈ ബോക്സിന് പിന്നെ ഈ കേർവ്ഡ് അല്ല, ബാക്കിയുള്ള സർഫസ് ഇല്ലേ, ഇങ്ങനത്തെ സർഫസ് ഇല്ലേ, അതായത് ഈ കാണുന്ന സർഫസ് ഇല്ലേ, കണ്ടില്ലേ, ഇങ്ങനത്തെ സർഫസ് ഉണ്ട്. ഇതിൽ കൂടി ഫ്ലക്സ് കടന്നു പോകുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അതിൽ കൂടി ഫ്ലക്സ് വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എല്ലാവരും കൂടി ഒന്നുകിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് പോണത് എങ്ങനെയാണ്, ഒന്നുകിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഫേസ് എടുക്കുമ്പോഴേ അവിടുത്തെ നോർമൽ ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ ഏരിയയുടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഏരിയയുടെ ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് നോർമലായിട്ടാണ് വരാം. ഇപ്പം ഇവിടെ നമ്മൾ ഈ ബോക്സ് ഇല്ലേ, ഇതിന് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറാണത്. ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏരിയയുടെ പെർപെൻഡിക്കുലർ മുകളിലോട്ടാണ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി വരുന്നുണ്ട്. അവിടെ എന്ത് വരുന്നുണ്ട്, 90 ഡിഗ്രി വരുന്നുണ്ട്. 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഉടനെ എഴുതിക്കോ ഫ്ലക്സ് 0. അത് ഈ സർഫസിന് ഇപ്പുറത്തെ സർഫസുമായാലും ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. സർഫസിൻ്റെ ഏരിയയുടെ പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ഫീൽഡിന് 90 ഡിഗ്രി ഉണ്ടാക്കും. ഏരിയയുടെ പെർപെൻഡിക്കുലർ വരച്ചാൽ അത് ഇലക്ട്രിക് ഫീൽഡിന് 90 ഡിഗ്രി ഉണ്ടാക്കും. 90 ഡിഗ്രി വന്നാൽ ഇലക്ട്രിക് ഫീൽഡിനും ഏരിയയുടെ ഡയറക്ഷനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി വന്നാൽ അത് ഈ ഫ്ലക്സ് ഇല്ല. വെറുതെ എഴുതി സമയം കളയണ്ട. ഇവിടെ ഏരിയയുടെ ഡയറക്ഷൻ എങ്ങോട്ടാ, ഇവിടെ ഏരിയയുടെ ഡയറക്ഷൻ നേരെ ഇങ്ങോട്ട് പുറത്തോട്ട്. ഏരിയയുടെ ഡയറക്ഷൻ എസിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, റൈറ്റ് സൈഡിലോട്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനാണ് ഏരിയയ്ക്കുള്ളത്. അപ്പോൾ അവിടെ തീറ്റ 0 ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് ഏരിയയുടെ ഡയറക്ഷനും. അപ്പോൾ തീറ്റ 0.
ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് ഏരിയയ്ക്കുള്ളത്. ഏരിയ നമ്മൾ പുറത്തോട്ടാണ് വരയ്ക്കാൻ പാടുള്ളൂ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് ഏരിയയ്ക്കുള്ളത്. അപ്പോൾ അവിടെയും തീറ്റ 0 ഓക്കെ. സോ ഐ വാണ്ട് ദ ടോട്ടൽ ഫ്ലക്സ്. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സർഫസിൽ കൂടിയും കടന്നു പോകുന്ന ഫ്ലക്സുകൾ ആഡ് ചെയ്യുക. φ1 + φ2 + φ3 ഇതാണ് ടോട്ടൽ ഫ്ലക്സ്. ഈ സർഫസ് പിന്നെ ഈ ബോക്സിൻ്റെ അറിയാമല്ലോ, ഈ ഇവിടെയുള്ള ഫ്ലക്സുകൾ അത് 0 അതറിയാമല്ലോ റീസൺ. അതിൽ φ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലത്തെ സ്ക്വയറിൽ കൂടി പാസ് ചെയ്യുന്ന ഫ്ലക്സ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് ES cos θ നമ്മൾ യൂസ് ചെയ്യും. അറിയാമല്ലോ, ഒരു ഏരിയയിൽ കൂടി യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് പാസ് ചെയ്യണമെങ്കിൽ ഫ്ലക്സ് കാണാനുള്ള ഫോർമുല ES cos θ. അതിൽ E എന്താണെന്നറിയില്ല. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എസ് ആയിട്ട് തന്നെ എടുക്കാം. എസ് ഞാൻ വെറുതെ ആർബിട്രറി ആയിട്ടുള്ളൊരു ഏരിയ എടുത്തതാണ്. എസ് എത്രയാണെന്ന് എനിക്കൊന്നും അറിയില്ല, ചെറിയൊരു ഏരിയ. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഇക്കും ഏരിയയ്ക്കും ഇടയ്ക്കുള്ള ആംഗിള് 0 cos 0 1 എല്ലാവർക്കും അറിയാം. cos 0 എന്താണ്? 1 അപ്പോൾ φ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ES ആണ്. ES ഡയഗ്രത്തിൽ φ1 φ2 കാണിക്കണം. ഇനി φ2 നോക്കാം. φ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ലെഫ്റ്റ് സൈഡിലെ ഈ ചെറിയ ഏരിയയിൽ കൂടി പാസ് ചെയ്യുന്ന ഫ്ലക്സ്. അതിൽ കൂടിയും ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് പാസ് ചെയ്യുന്നത്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഫോർമുല ES cos θ. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും E തന്നെയാണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E ആണ്, ഇവിടത്തെയും ഇലക്ട്രിക് ഫീൽഡ് E തന്നെയാണ്. S × തീറ്റ 0 സ്റ്റെപ്പ് എല്ലാം എഴുതാണ്. cos 0 1 ആയതുകൊണ്ട് ES വരും. φ3 0 ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുള്ള റീസൺ ഇവിടെ എഴുതുമ്പോൾ തീറ്റ 90 ഡിഗ്രി ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. തീറ്റ 90. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ എഴുതട്ടെ. ടോട്ടൽ ഫ്ലക്സ് φ1 + φ2 + φ3 എന്ന് പറയുമ്പോൾ ES + ES + 0 ES + ES + 0 2 times ES എന്ന് കിട്ടും. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ R ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് E. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ഏരിയ. അപ്പോൾ ഈ ബോക്സിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ആകെ ഫ്ലക്സ്, ഈ ഫുൾ ബോക്സില്ലേ, ഈ ബോക്സിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ആകെ ഫ്ലക്സ് 2ES ആണ്. ഗോസസ് ലോ പ്രകാരം ദ ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ചാർജ് ഇൻസൈഡ് ദ ബോക്സ്. ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ചാർജ് ഇൻസൈഡ് ദ ബോക്സ്. ഈ ബോക്സിനുള്ളിൽ എവിടെയാണ് ചാർജ് ഇരിക്കണേന്ന് അറിയാമോ? ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. ഈ ബോക്സിനുള്ളിൽ എവിടെയാണ് ചാർജ് ഇരിക്കണേന്നുള്ളത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതെ, ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നുണ്ടില്ലേ, ഈ ഒരാൾ മാത്രമേ ഉള്ളൂ ഈ ബോക്സിനുള്ളിലുള്ള ചാർജ്. വേറെ എവിടെയെങ്കിലും ചാർജ് ഇരിപ്പുണ്ടോ? ഇല്ല അല്ലേ? ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ചെറിയ പോർഷൻ ഇല്ലേ, ഈ ഒരാൾ മാത്രമാണ് ഈ ബോക്സിനുള്ളിലുള്ള ചാർജ്. ഈ ബോക്സിനുള്ളിൽ വേറൊരു സ്ഥലത്തും ചാർജ് ഇല്ല. 1/ε0 ഇവിടെ എത്ര ചാർജ് ഉണ്ട്? ഇവിടുത്തെ ഏരിയ നമുക്കറിയാം S ആണ്. ഇതറിയാമല്ലോ, ഇതിങ്ങനെ സിമെട്രിക് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഏരിയ S തന്നെയാണ്. ഇവിടുത്തെ ഏരിയയും ഈ ഏരിയയും S തന്നെയാണ്. ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ചാർജ് സിഗ്മയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് തന്നിട്ടുണ്ടാവേ. ഒരു യൂണിറ്റ് ഏരിയയിൽ ഉള്ള ചാർജ് സിഗ്മയാണ്. അങ്ങനെയാണെങ്കിൽ S ഏരിയയിൽ എത്ര ചാർജ് ഉണ്ടാവും? സിഗ്മ × S ആയിരിക്കും അല്ലേ? ഒരു യൂണിറ്റ് ഏരിയയിൽ സിഗ്മ ചാർജ് ഉണ്ടെങ്കിൽ S ഏരിയയിൽ എത്ര ചാർജ് ഉണ്ടാവും? സിഗ്മ S ചാർജ് ഉണ്ടാവും.
സിഗ്മ എസ്. ക്യൂ ആണ് ആ ബോക്സിനുള്ളിലുള്ള ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ചാർജാണ്, വിച്ച് ഇസ് സിഗ്മ എസ്. രണ്ട് സൈഡിലും എസ് വെട്ടിപ്പോവും, രണ്ട് സൈഡിലും ആര് പോവും? എസ് പോവും. ഈ 2നെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം. അപ്പോൾ നമുക്ക് ഇ എന്ത് വരും? ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അങ്ങോട്ട് പോകും, സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഈ ഫോർമുല ബൈ ഹാർട്ട് ആക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കപ്പാസിറ്റർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ, അതിൽ കപ്പാസിറ്ററിൽ ഇത് നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഷീറ്റ് വളരെ ലാർജ് ചാർജ്ഡ് ഷീറ്റാണെങ്കിൽ അവിടുന്ന് 6 ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരും, അങ്ങനെ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റ് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല, പിന്നെ എങ്ങനെയാണ് ഈ ഫോർമുലയുടെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും? അതായിരിക്കും നിങ്ങളുടെ ഡൗട്ട് അല്ലേ? ഒരിക്കലും ഇൻഫിനിറ്റ് ഏരിയ ഉള്ള ഒരു ഷീറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഫോർമുലയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്യും ഇത് വളരെ ഇൻഫിനിറ്റ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. പക്ഷേ നമുക്ക് ചെറിയ ഷീറ്റിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ ഷീറ്റ് ആണെങ്കിലും നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. ഫൈനൈറ്റ് ഏരിയ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുല ഉപയോഗിക്കാം. കപ്പാസിറ്ററിൽ ഫൈനൈറ്റ് ഏരിയ ഉള്ള ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫൈനൈറ്റ് ഏരിയ ഉള്ളൂ എങ്കിൽ പോലും വി ക്യാൻ യൂസ് ദ ഫോർമുല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ 6 ഇല്ലേ, 6 അത് വളരെ അടുത്തായിരിക്കണം, വളരെ ചെറുതായിരിക്കും, FE മില്ലിമീറ്റർ ആയിരിക്കണം. സോ ദിസ് ഫോർമുല ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഫൈനൈറ്റ് ഏരിയ. ഫൈനൈറ്റ് ഏരിയയിലും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ഫൈനൈറ്റ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ 6 വളരെ ചെറുതായിരിക്കും, ഏതാനും മില്ലിമീറ്റർ അകലേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളെ കയ്യിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയുള്ളൊരു ഷീറ്റ് ഉണ്ട്. അവിടെ നിന്ന് സ്വല്പം ഡിസ്റ്റൻസ് അകലെ, അത് എത്ര ആയിക്കോട്ടെ, 1 മില്ലിമീറ്ററോ 2 മില്ലിമീറ്ററോ എന്തെങ്കിലും ആയിക്കോട്ടെ, അവിടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇതാണ് നമ്മളെ കൺക്ലൂഷൻ. അപ്പോൾ ഈ ഫോർമുല ചെറിയ ഷീറ്റായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ പോയിന്റ് എടുക്കേണ്ടത് വളരെ അടുത്തായിരിക്കണം എന്ന് മാത്രം. അകലേക്ക് പോകും തോറും ഇലക്ട്രിക് ഫീൽഡ് വീക്കായി പോവും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ 6 ഒന്നും ഫോർമുലയിൽ വരുന്നില്ല എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഈ ഡിസ്റ്റൻസ് 6 ഫോർമുലയിൽ വരുന്നില്ല. അപ്പോൾ ഒരു ഫൈനൈറ്റ് ഏരിയ ഉള്ള മെറ്റാലിക് ചാർജ്ഡ് ഷീറ്റ് ആണെങ്കിലും ഈ ഫോർമുല വാലിഡ് ആണ്. പക്ഷെ ആ ഡിസ്റ്റൻസ് വളരെ വളരെ ചെറുതായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഇവിടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി. ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര ചാർജ് ഉണ്ട്. ഓക്കെ, ലിസൺ. നോട്ടായിട്ട് എഴുതാം. ഞാൻ ഈ പറയുന്ന കാര്യം നോട്ട് ചെയ്യുക. എങ്ങനെ വരണേന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് നേരത്തെ ഒരു സിംഗിൾ ഷീറ്റേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, ഒരു സിംഗിൾ ചാർജ്ഡ് ഷീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മളെ കയ്യിൽ 2 ഷീറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. നമ്മളെ കയ്യിൽ നേരത്തെ ഒരു സിംഗിൾ ചാർജ്ഡ് ഷീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എൻ്റെ കയ്യിൽ എത്ര ഷീറ്റ് ഇരിപ്പുണ്ട്? 2 ഷീറ്റ് ഇരിപ്പുണ്ട്. ദേ ആർ വെരി ക്ലോസ്, വളരെ അടുത്താണ്. നമ്മളിപ്പോൾ ഇൻഫൈനൈറ്റ് ഷീറ്റൊന്നുമല്ലല്ലോ എടുത്തിരിക്കുന്നത്, വളരെ വളരെ അടുത്താണ്. ഇവ തമ്മിൽ ഏതാനും മില്ലിമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഈ 2 ഷീറ്റ് ഐഡൻറ്റിക്കൽ ഷീറ്റാണ്, ഒരേപോലത്തെ ഷീറ്റാണ്. അവ തമ്മിൽ മില്ലിമീറ്ററിൻ്റെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് പോസിറ്റീവ് ചാർജാണ് ഞാൻ കൊടുത്തത്, ഒരാൾക്ക് എന്ത് കൊടുത്തു? പോസിറ്റീവ് ചാർജ്. വേറൊരാൾക്ക് നെഗറ്റീവ് ചാർജ്. ഇപ്പം ഞാൻ സ്വല്പം ഗ്യാപ്പ് വരയ്ക്കാൻ പോവാണ്, കുറച്ച് ഗ്യാപ്പ് ഇടുകയാണ്. പക്ഷേ റിമെമ്പർ, ശരിക്കും ഇവ തമ്മിൽ ഏതാനും മില്ലിമീറ്ററിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ സ്വല്പം ഗ്യാപ്പ് ഇട്ടിട്ട് വരയ്ക്കുകയാണ്. ഇവ തമ്മിൽ ഏതാനും മില്ലിമീറ്ററിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ. ഇത് പ്ലസ് കൊടുത്തപ്പോൾ ഇത് ഞാൻ മൈനസ് കൊടുത്തു. ഭയങ്കര അടുത്താണ് കേട്ടോ, വെരി ക്ലോസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 റീജിയൻസ് ഉണ്ട്. ഏതൊക്കെ 3 റീജിയൻ? ദിസ് ഈസ് ദ ഫസ്റ്റ് റീജിയൻ, ദിസ് ഈസ് ദ സെക്കൻഡ് റീജിയൻ. ഇത് ബൈ ഹാർട്ടാക്കേണ്ട കാര്യമാണ്, കപ്പാസിറ്ററിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് തേർഡ് റീജിയൻ. ഞാൻ പറഞ്ഞു തന്നത് ആദ്യത്തെ ആൾക്ക് പ്ലസ് സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി. സോ 3 റീജിയൻസ് ഉണ്ട്, 1, 2, 3.
ഇവിടെ ഓരോ സ്ഥലത്തും ഒരാൾക്ക് പ്ലസ് സിഗ്മയാകുമ്പോൾ മറ്റേ ആൾക്ക് മൈനസ് സിഗ്മയാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര ചാർജ് ഉണ്ട് അതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. ഒരാൾക്ക് പ്ലസ് സിഗ്മയാണ്, മറ്റേ ആൾക്ക് മൈനസ് സിഗ്മയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. റീജിയൻ 1 ഓർത്ത് വെച്ചോ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. എങ്ങനെ വന്നതെന്ന് ഞാനൊരു ഐഡിയ തരാം. ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയില്ല. റീജിയൻ 1 ഇലക്ട്രിക് ഫീൽഡ് 0, റീജിയൻ 3 ഇലക്ട്രിക് ഫീൽഡ് 0. അപ്പോൾ അതെങ്ങനെ വന്നു എന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട് അല്ലേ? പറഞ്ഞുതരാം. റീജിയൻ 1 ഇലക്ട്രിക് ഫീൽഡ് 0 ആവാനുള്ള കാരണേ ഈ പ്ലസ് സിഗ്മ ഇല്ലേ, ഈ പ്ലസ് സിഗ്മ കാരണം ഇങ്ങോട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇവിടെ ഒരു 1 കൂളം ചാർജ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു 1 കൂളം ചാർജ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ പ്ലസ് സിഗ്മ കാരണം ഈ 1 കൂളത്തിന് ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് σ/2ε0 ആയിരിക്കും. ഇവിടെ ഒരു 1 കൂളം ഉണ്ടെങ്കിൽ ഈ പ്ലസ് സിഗ്മ റിപ്പൽ ചെയ്യും. ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഫോഴ്സ് σ/2ε0 ആണ്. പക്ഷെ അതേസമയം മൈനസ് സിഗ്മ വളരെ അടുത്തിരിപ്പുണ്ട്. ഇവ തമ്മിൽ ഏതാനും മില്ലിമീറ്ററിൻ്റെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. മൈനസ് സിഗ്മ ഈ 1 കൂളത്തിന് അട്രാക്റ്റാണ് ചെയ്യുക. മൈനസ് സിഗ്മ ഇവിടെയുള്ള 1 കൂളത്തിന് അട്രാക്റ്റാണ് ചെയ്യുക വിത്ത് ദ സെയിം ഫോഴ്സ് σ/2ε0. ഇത് പ്രൂഫായിട്ടൊന്നും വരാൻ സാധ്യതയില്ല, എന്നാലും നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ പ്ലസ് സിഗ്മ ഇവിടെ ഒരു 1 കൂളം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പൽ ചെയ്യും വിത്ത് ദ ഇലക്ട്രിക് ഫീൽഡ് σ/2ε0. പക്ഷെ ഇതിന് വളരെ തൊട്ടടുത്തായിട്ട് മൈനസ് സിഗ്മ ഇരിപ്പുണ്ട്. മൈനസ് സിഗ്മ പക്ഷേ 1 കൂളത്തിന് അട്രാക്റ്റാണ് ചെയ്യുക. ഇതേപോലെ തന്നെയാണ് σ/2ε0. ഇത് രണ്ട് ക്യാൻസലായി പോയിട്ടാണ് ഇവിടെ യാതൊരുവിധ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ്ഡ് പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ യാതൊരുവിധ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. അതുപോലെ റീജിയൻ 3 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. കാരണം ഈ പ്ലസ് ചാർജ് ഇവിടെയുള്ള 1 കൂളത്തിന് റിപ്പൽ ചെയ്യും. ഈ പ്ലസ് ചാർജ് ഇവിടെയുള്ള 1 കൂളത്തിന് റിപ്പൽ ചെയ്യും σ/2ε0. അതേസമയം മൈനസ് സിഗ്മ ഇവിടെയുള്ള 1 കൂളത്തിന് അട്രാക്റ്റ് ചെയ്യും σ/2ε0. അത് രണ്ടും കൂടി ക്യാൻസലായി പോയത് കൊണ്ട് ഈ രണ്ട് മെറ്റാലിക് ചാർജ്ഡ് പ്ലേറ്റ് പ്ലസ് സിഗ്മ മൈനസ് സിഗ്മ വെച്ചാൽ അതിൻ്റെ പുറത്തൊന്നും യാതൊരുവിധ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. റീജിയൻ 2 എന്ന് പറഞ്ഞാൽ മിഡിൽ റീജിയൻ ആണ്. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. ഇവിടെ ഞാനൊരു 1 കൂളം ചാർജ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെയുള്ള പ്ലസ് സിഗ്മ, ഇവിടെ ഒരു 1 കൂളം ചാർജ് ഉണ്ട്. ഇവിടെയുള്ള പ്ലസ് സിഗ്മ ഈ 1 കൂളത്തിന് റിപ്പൽ ചെയ്യും വിത്ത് ഫോഴ്സ് σ/2ε0. ഇവിടെയുള്ള മൈനസ് ഈ 1 കൂളത്തിന് അട്രാക്റ്റ് ചെയ്യും. ഇവിടെയുള്ള മൈനസ് സിഗ്മ ഇവിടുത്തെ 1 കൂളത്തിന് അട്രാക്റ്റ് ചെയ്യും. സെയിം ഫോഴ്സ് തന്നെ σ/2ε0 തന്നെ. അപ്പോൾ മിഡിൽ റീജിയൻ വരുമ്പോൾ ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി, ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് σ/2ε0 പ്ലസ് σ/2ε0 വരും. ടു ടൈംസ് σ/2ε0, 2 times σ/2ε0. കാൽക്കുലേഷൻ പറയണില്ല, σ/ε0 വരും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ എൻ്റെ കൺക്ലൂഷൻ എന്താണെന്നുള്ളത് ഞാനിവിടെ സൈഡിലായിട്ട് എഴുതാം. അപ്പോൾ എന്താണ് എൻ്റെ കൺക്ലൂഷൻ? വാട്ട് ഈസ് അവർ കൺക്ലൂഷൻ? എൻ്റെ കൺക്ലൂഷൻ ഇതാണ്. നമ്മളെ കയ്യിൽ 2 ചാർജ്ഡ് ഷീറ്റ് ഉണ്ട്. കപ്പാസിറ്റർ എന്ന് പറയുന്നതിനാ. അടുത്ത ചാപ്റ്ററിൽ നമ്മളിത് പഠിക്കും. നമ്മളിതിനെന്താ പറയുക? കപ്പാസിറ്റർ. വളരെ അടുത്ത് വെച്ചിരിക്കുന്ന ഈ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് മെറ്റാലിക് ഷീറ്റ്. ഒന്ന് പ്ലസ് സിഗ്മ മൈനസ് സിഗ്മ.
സർഫസ് ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ബൈ ഹാർട്ടാക്കി വെച്ചോ. ഇതിനിടയ്ക്ക് ആരുണ്ടാവും? ഓർത്ത് വെച്ചോട്ടോ. നമ്മൾ ഇത് മറ്റു ചാപ്റ്ററിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വരും, അതുകൊണ്ട് പറയാണ്. പ്ലസ് സിഗ്മ മൈനസ് സിഗ്മ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ റീജിയനിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ എന്തുണ്ടാവും? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല σ/ε0 ആണ്. നിർബന്ധമായിട്ടും ബൈ ഹാർട്ടാക്കി വെക്കണം. ഇതാണ് എൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടെന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ നോക്കാം. 2 large thin metal plates. 2 large thin metal plates are parallel and close to each other. 2 large thin metal plates are parallel and close to each other. On their inner faces, the plates have the surface charge densities of opposite sign and magnitude this much. What is E in the outer region, second plate between the plates? നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ റിസൾട്ടാണ്. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. നേരത്തെ പറഞ്ഞ പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് 2 metal plates അല്ലേ, 2 metal plates, മെറ്റൽ ഷീറ്റ്സ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹാവിങ് സർഫസ് ചാർജ് ഡെൻസിറ്റി ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ പ്ലസ് സിഗ്മയാണെങ്കിൽ ഇവിടെ മൈനസ് സിഗ്മയാണ്. മനസ്സിലായല്ലോ? ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് മെറ്റാലിക് ഷീറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റീജിയൻ 1ലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? റീജിയൻ 2ലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? റീജിയൻ 3ലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? അതാണ് ക്വസ്റ്റ്യൻ. റീജിയൻ 1ലുള്ളത് നമുക്ക് E1 എന്ന് പേര് കൊടുക്കുക, റീജിയൻ 2ൽ E2 എന്ന് പേര് കൊടുക്കുക, റീജിയൻ 3ൽ E3 എന്ന് പേര് കൊടുക്കുക. ഈ 3 റീജിയനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ E1ഉം E3യും 0 ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, മറന്നു പോകരുത്. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് മെറ്റാലിക് ഷീറ്റ് ആണെങ്കിൽ പുറത്തൊന്നും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല, ഉള്ളിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. ഉള്ളിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഫോർമുല ഞാൻ ബൈ ഹാർട്ടാക്കാൻ പറഞ്ഞിരുന്നതാണ്. ഇതിനിടയ്ക്കായിട്ട് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യും. അത് σ/ε0 ആണ്. ഡബിൾ പ്ലേറ്റ് വരുമ്പോൾ σ/ε0. സിഗ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. സിഗ്മ 17 × 10⁻²2. 17 × 10⁻²2. ε0 എന്ന് പറഞ്ഞാൽ 8.85 × 10⁻12. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ 17 ഡിവൈഡഡ് ബൈ 8.85 1.9 2 ആക്കിക്കോ. 2 × 10⁻10. അതെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളമാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളം. ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇത്രയും പറഞ്ഞ കാര്യം എവിടെ? സേതുലക്ഷ്മിക്ക് ക്ലിയർ ആയല്ലോ ഇത്രയും പറഞ്ഞ കാര്യം? ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. വി ഹാവ് എ ചാർജ്ഡ് മെറ്റാലിക് സ്പിയർ. വി ഹാവ് എ ചാർജ്ഡ് മെറ്റാലിക് സ്പിയർ. നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് 6 ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യണം. നമുക്ക് ആ പോയിന്റ് കവർ ചെയ്ത് പോകുന്ന രീതിയിൽ ഒരു സ്പിയർ ഇമാജിൻ ചെയ്യുക. ഇങ്ങനെ ഒരു സ്പിയർ ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇത് കാണുമ്പോൾ അറിയാം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ് ഇവിടെയും ഇവിടെയൊക്കെ വരുന്നത്, കാരണം ഒരേ ഡിസ്റ്റൻസ് അകലെ ആയതുകൊണ്ട്. ദർ ഇസ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പാസിങ് ത്രൂ ദ ഔട്ടർ സ്പിയർ അല്ലേ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പാസിങ് ത്രൂ ദ ഔട്ടർ സ്പിയർ. അപ്പോൾ നമുക്ക് ഗോസസ് ലോ ഉപയോഗിക്കാൻ പോവാണ്. എന്താണ് ടോട്ടൽ ഫ്ലക്സ്? ടോട്ടൽ ഫ്ലക്സ് കാണാനുള്ള ഫോർമുല. ടോട്ടൽ ഫ്ലക്സ് കാണാനുള്ള ഫോർമുല ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് മാത്രമല്ല, നമുക്ക് തീറ്റ എന്ന് പറഞ്ഞ ആൾ അറിയാമല്ലോ. ഇവിടെ നമ്മൾ നോർമൽ ഏരിയക്ക് നോർമൽ വരയ്ക്കുമ്പോൾ
അറിയാമല്ലോ, നമ്മളെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്ന ഒരു ചെറിയൊരു ഏരിയ എടുക്കുക. ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്ന ഒരു ചെറിയ ഏരിയ എടുക്കുക. അവിടെയുള്ള ഏരിയയുടെ ഡയറക്ഷനാണ് ഞാൻ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എവിടേക്ക് എടുക്കുന്നോ അവിടെയുള്ള ഏരിയയുടെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് ആ ഭാഗത്തുള്ള ഏരിയയുടെ ഡയറക്ഷൻ. ഇഫ് യു ടേക്ക് എനി പോയിന്റ്, എവിടെ ഇലക്ട്രിക് ഫീൽഡ് എടുത്താലും ആ പോയിന്റിലുള്ള ഏരിയ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് തീറ്റ 0 ആയിട്ട് എടുക്കാം. എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡിനും ഏരിയയ്ക്കും ഞാൻ എല്ലായിടത്തും തീറ്റ 0 എന്ന് എഴുതിയ സമയം കളയണ്ടല്ലോ. ഇലക്ട്രിക് ഫീൽഡും അവിടെയുള്ള ഏരിയയും പരസ്പരം പാരലലാണ്. ഇടയ്ക്കുള്ള ആംഗിൾ 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഫിക്സഡ്, തീറ്റ ഫിക്സഡ്. റിമെമ്പർ, ഇലക്ട്രിക് ഫീൽഡ് ഫിക്സഡ്, തീറ്റ ഫിക്സഡ്. അങ്ങനെയാണെങ്കിൽ ധൈര്യപ്പെട്ട് ഈ ഫോർമുല ഉപയോഗിച്ചോ, ഒന്നും നോക്കണ്ട. ഇലക്ട്രിക് ഫീൽഡ് ഫിക്സഡ്, തീറ്റയും ഫിക്സഡ്, 0. അതിൽ ഇ എന്താണെന്ന് നമുക്കറിയില്ല. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔട്ടർ സ്പിയറിൻ്റെ ഏരിയ അല്ലേ. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ എന്ന് പറഞ്ഞോട്ടെ, ഔട്ടർ സ്പിയറിൻ്റെ ഏരിയ. ഈ ഔട്ടർ സ്പിയറിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ r ആണല്ലോ. റേഡിയസ് r ആവുമ്പോൾ സ്പിയറിൻ്റെ സർഫസ് ഏരിയ പഠിച്ചിട്ടുണ്ട്. റേഡിയസ് സ്മോൾ ലെറ്റർ r ആണെങ്കിൽ സ്പിയറിൻ്റെ സർഫസ് ഏരിയ പഠിച്ചിട്ടുണ്ട്, 4πr². തീറ്റ 0 ആണല്ലേ. ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെറുതെ എഴുതി വെച്ചേര്. പക്ഷെ നമ്മൾ വെറുതെ ഇൻ്റഗ്രലിനെ പറ്റി ആലോചിച്ച് സമയം കളയുന്നില്ല, മനസ്സിലായല്ലോ. ഈ ds cos θ എന്ന് വെറുതെ ഒന്ന് എഴുതി വെച്ചാൽ മതി. ഈ ചെറിയ ഫ്ലക്സുകൾ ആഡ് ചെയ്ത് കിട്ടുന്നതാണെന്ന് മനസ്സിലാവാൻ വേണ്ടി. പക്ഷെ നമ്മൾ വെറുതെ ഇൻ്റഗ്രലിൻ്റെ കാര്യം പറഞ്ഞ് സമയം കളയണ്ട. ഈ ഫിക്സഡ്, തീറ്റ ഫിക്സഡ് ആണെങ്കിൽ ധൈര്യപ്പെട്ട് es cos θ എന്ന് എഴുതിക്കോ. ഈ ഫിക്സഡ്, തീറ്റ ഫിക്സഡ്. അപ്പോൾ ഇവിടെ E × 4πr² × 1. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് E × 4πr². ഈ ഔട്ടർ സ്പിയർ ക്രോസ് ചെയ്ത് പോകുന്ന ഫ്ലക്സ് E × 4πr² ആണ്. ആ E × 4πr² ഗോസസ് ലോ പ്രകാരം E × 4πr² എന്താണ്? 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ ഔട്ടർ സ്പിയർ. ഔട്ടർ സ്പിയറിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സ് അതാണ് ഇത്. അപ്പോൾ ഔട്ടർ സ്പിയറിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ഫ്ലക്സ് എന്തിനോട് ഈക്വലാണ്? 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ സ്പിയർ. അപ്പോൾ ഔട്ടർ സ്പിയറിനുള്ളിലുള്ള ചാർജാണ് ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത്. അത് Q ആണ്. അപ്പോൾ E = 4πr² അങ്ങോട്ട് പോട്ടെ. Q/ ഓർഡറൊക്കെ ഒന്ന് മാറ്റിയാലോ. 4πr² അങ്ങോട്ട് പോകുമ്പോൾ 1/4πr² ആവും. ഓർഡറൊക്കെ ഒന്ന് മാറ്റിയാണ് കേട്ടോ. 1 പരിചയമുള്ള ഫോമിൽ എഴുതാൻ വേണ്ടിയാണ്. Q/r². ബൈ ഹാർട്ടാക്കി വെച്ചോ. ഓക്കെ. അപ്പോൾ എൻ്റെ കൺക്ലൂഷൻ എന്താണ്? അപ്പോൾ ഇതുവരെ പറഞ്ഞതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. We have a charged metallic sphere, metallic spherical shell. We have a charged metallic spherical shell. പ്ലസ് Q ആണ് ചാർജ്. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിൻ്റ് ഉണ്ട്. അവിടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഫോർമുലയാണ് ഞാനിപ്പോൾ ഡിറൈവ് ചെയ്തത്. 1/, ഇതാണ് എൻ്റെ കൺക്ലൂഷൻ പറയുമ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ മെറ്റാലിക് സ്പെറിക്കൽ ഷെല്ലുണ്ട്. അവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഫോർമുലയാണ് 1/4πε0 Q/r². ഇത് കേസ് 1 ആയിട്ട് കരുതാം. നമ്മൾ പുറത്താണ്, ഔട്ട് സൈഡാണ് അല്ലേ. കേസ് 1, 2 കേസ് ഉണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ദിസ് ഈസ് കേസ് 1, പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ.
point outside the charged shell. ഈ ചാർജ്ഡ് ഷെല്ലിന് പുറത്ത് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? അതാണ് ഡിറൈവ് ചെയ്തത്.